സ്റ്റാർട്ട് ചെയ്തോളൂ സിദ്ദിഖ് സർ. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് എൻ്റെ ഈവനിങ്. പേ- എൻ്റെ പേര് സിദ്ദിഖ്. കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിക്കടുത്ത് ആലിന്തറയാണ് എൻ്റെ സ്വദേശം. പ്രൊഫഷണൽ ട്രെയിനിങ് 21ാമത്തെ ബാച്ചിലെ ട്രെയിനിയാണ്. ഇപ്പം നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം വിംബിൾ അക്കാദമിയിലെ ട്രെയിനേഴ്സ് ടോക്കിലാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിക്കുന്നത്. മദ്രസ ഫീൽഡ് അഥവാ മോറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വിംബിൾ അക്കാദമിയിലെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ എത്താൻ ഒന്ന് രണ്ട് സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, സൊസൈറ്റിയുമായി കൂടുതൽ ബന്ധപ്പെടുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ സംസാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ അതൊരു വേണ്ട വിധം പ്രൊഫഷണലായി അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയി അവതരിപ്പിക്കാനുള്ള ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരുന്നു. ആ സമയത്താണ് നമ്മുടെ ജാഹിർ സാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് വിംബിൾ അക്കാദമിയുടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയുന്നതും അവരൊക്കെ വിംബിൾ അക്കാദമിയുടെ പ്രൊഡക്റ്റ് ആണ് എന്നറിയുന്നതും. അതുപോലെ കൗൺസിലിംഗ് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നിർബന്ധമായും ഒരു കൗൺസിലർക്ക് അനിവാര്യമായ പല സെഷനുകളും വരാം. അഥവാ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആവട്ടെ, അവയർനെസ് ക്ലാസ്സുകളാവട്ടെ, ഇവകളെല്ലാം പ്രസന്റ് ചെയ്യുന്നതിന് അനിവാര്യമാണ് ഒരു ട്രെയിനർ ആവുക, അതും ഒരു പ്രൊഫഷണലായ ട്രെയിനറായി മാറുക എന്നുള്ളത്. സോ അത്തരം ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വിംബിൾ അക്കാദമിയുടെ ഈ ഒരു കോഴ്സ് പരിചയപ്പെടുന്നതും ഇതിൽ ഇപ്പോൾ 21ാമത്തെ ബാച്ചിൽ ട്രെയിനിയായി തുടർന്ന് കൊണ്ടിരിക്കുന്നതും. ട്രെയിനിങ് മേഖല വളരെ വിശാലമാണ്. വളരെ നമുക്ക് എൻജോയ് നൽകുന്ന, ഹാപ്പി നൽകുന്ന ഒരു ഏരിയ കൂടെയാണ്. സ്കൂൾ തലങ്ങളിലായാലും അത് പേഴ്സണൽ ആയാലും കുട്ടികളിലായാലും ഒരുപാട് വിശാലമായി കിടക്കുന്ന വിവിധ മേഖലകളിൽ അവസരങ്ങളുള്ള, അവസരങ്ങൾക്കാളപ്പുറം സ്വയം ഒരു മാറ്റത്തിന്, ട്രാൻസ്ഫോർമേഷനും മറ്റുള്ളവർക്ക് നമുക്കൊരു നേർവഴി കാണിച്ചു കൊടുക്കാനും ഒക്കെ അവരുടെ റൂട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ അത് മാനസികപരമായ, ഇമോഷണലി, മെന്റലി ഒക്കെ സന്തോഷം നൽകുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഏരിയ കൂടെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ഈ വിംബിൾ അക്കാദമിയുടെ ഭാഗമായി സഞ്ചരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു ടീമിന്റെ കൂടെ ഉന്നതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് നോളജുകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതും സത്യമാണ്. വിശാലമായിട്ട് ആ വിഷയങ്ങളെ സംസാരിക്കുകയല്ല, ഇന്ന് നമ്മുടെ മുമ്പിൽ ദ ജോയ് ഓഫ് ഗിവിങ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സബ്ജക്ട് സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് എത്തുന്നത് സൗമ്യ എസ് നായർ എന്ന് പറയുന്ന ട്രെയിനറാണ്. അവര് കോട്ടയത്ത് ഹയർ സെക്കൻഡറി അധ്യാപിക കൂടെയാണ്. അതുപോലെ എം എ സൈക്കോളജി ഒക്കെ കഴിഞ്ഞ് ഈ മേഖലയിൽ ഇപ്പോൾ നിലകൊള്ളുന്ന, അറിയപ്പെടുന്ന അവരാണ് നമുക്ക് വേണ്ടി ഇന്ന് ട്രെയിനിങ് നടത്തുന്നത്. അഥവാ ഒരാൾ ഇമോഷണലി ബാക്ക്വേർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ കേട്ടിരിക്കുക, അവർക്ക് വേണ്ട പരിഹാരങ്ങൾ, റൂട്ടുകൾ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ക്ലയന്റിന് കിട്ടുന്ന ഒരു സന്തോഷം ഇത്തരം വിഷയങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും മാമിന് കൂടുതൽ സമയം ഉപയോഗിക്കാതെ മാമിന് ഞാൻ ഈ മൈക്ക് കൈമാറുകയാണ്. ഈ അക്കാദമിയുടെ, വിംബിൾ അക്കാദമിയുടെ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് ട്രെയിനിങ് നിർവഹിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നിർവഹിക്കുന്ന സൗമ്യ എസ് നായർ അവരെയും അതുപോലെ തന്നെ മറ്റു ഓൺലൈനിലുള്ള പഠിതാക്കളായ, ശ്രോതാക്കളായ മുഴുവൻ ആളുകളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു നൈറ്റ് ആശംസിക്കുന്നു. മൈക്ക് സൗമ്യ
ട്രെയിനർക്ക് വേണ്ടിയിട്ട് കൈമാറുന്നു. താങ്ക് യു സർ. വെൽക്കം. ഞാനും വിംബിൾ അക്കാഡമിയുടെ 19 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങള് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഈ ട്രെയിനിങ് കോഴ്സുകളിലൊന്നും അത്ര അറിവുള്ള ആളുകളായിരുന്നില്ല. പക്ഷെ ഓരോ പ്രാവശ്യവും ഫൈസൽ സാറിന്റെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോഴും സാർ തരുന്ന ഓരോ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചോ ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും സാറിനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. സാർ എന്തൊക്കെ പോർഷൻ, എന്തൊക്കെ ടോപ്പിക്കുകളാണ്, എന്തൊക്കെ കണ്ടൻസുകളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കോ ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഡ്രോബാക്സുകൾ കാണാതെ ക്ഷമിക്കണം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അറിയാലോ, ജോയ് ഓഫ് ഗിവിങ്. എന്താണ് നമുക്ക് സന്തോഷം തരുന്നത്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാം. അതിന് ഞാനൊരു സ്ക്രീൻ, അതായത് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ജോയ് ഓഫ് ഗിവിങ് എന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രപ്രധാനിയായ ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒരു സമൂഹത്തെയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തെയും ഒരു ലോകത്തെ തന്നെ താൻ തെളിയിക്കുന്ന വഴികളിലൂടെ എങ്ങനെ കൊണ്ടുവരാം എന്ന് കാണിച്ചു തന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ്. അപ്പൊ ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഒരു കോട്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We make a living by what we get, but we make a life by what we give എന്നാണ്. അതായത് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ പേഴ്സണലി നമുക്ക് കിട്ടും. അത് നമ്മുടെ സാലറി ആകാം, അത് നമ്മളുടെ എക്കണോമിക് സർവൈവൽ ആകാം, നമ്മളുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആകാം, നമ്മളുടെ പേഴ്സണൽ ആയിട്ട് വരുന്ന പല കാര്യങ്ങളും ആകാം, പല ഇൻകങ്ങളും ആകാം. അത് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മുടെ ലീവിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ ലൈഫ് നമ്മുടെ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കണം. ഗീവിങ് എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടിലൂടെ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വിജയം ഒരിക്കലും നമുക്ക് ഒരു അന്തിമമായ കാര്യമല്ല, എന്നാൽ പരാജയം എന്ന് പറയുന്നത് ഒരു ദുരന്തവുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, ദ ജോയ് ഓഫ് ഗിവിങ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമേ. കാണാമോ? കാണാം Yes, മാം, കാണാം. ഓക്കെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ജോയ് ഓഫ് ഗിവിങ്, ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ യഥാർത്ഥമായ ഒരു നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ്നെസ് ആണ്. നമ്മുടെ കൈൻഡ്നെസ് വഴിയാണ് നമുക്ക് നമ്മളുടെ ജീവിതം ഫുൾഫിൽമെന്റ് ആവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ട്രൂ ഹാപ്പിനെസ്? പലതരത്തില് നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നല്ല സാലറി കിട്ടിയാൽ നമുക്ക് സന്തോഷം ലഭിക്കും, ഇല്ലേ? നല്ല ഡ്രസ്സ് വാങ്ങിയാൽ നമുക്ക് സന്തോഷം കിട്ടും. ശരി, മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് പറയുന്നത് ശരിക്കും അത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും, ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫുൾ എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഡീപ്പറായിട്ട് നമ്മളെ ജോയ്ഫുൾ ആക്കുന്നത്. ഒരുപാട് സന്തോഷം കൂടുതൽ കാലത്തേക്ക് നിലനിൽക്കണമെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് വേണം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക, തീരെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടിക്ക് ഒരു സെറ്റ് ബുക്കും ഒരു പേനയും വാങ്ങി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ധനസഹായം നമ്മൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന അങ്ങനെ ഒരു എന്താ ഒരു ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറെ കാലങ്ങളോളം നമ്മളുടെ മെമ്മറിയിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മൊമെന്റ്സ് ഓഫ് കണക്ഷൻ ആൻഡ് ഷെയർഡ് ലവ് ക്രിയേറ്റ് ലാസ്റ്റിംഗ് മെമ്മറീസ്. മീനിങ് ഫുൾ ആയിട്ടുള്ള പല എക്സ്പീരിയൻസും ഒരുപാട് നമ്മളെ ഡീപ്പറായിട്ട് നമ്മളുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും ജോയ്ഫുൾ ആക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ട്രൂ ഫുൾഫിൽമെന്റ് കം ഫ്രം ഗിവിങ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യരുത്. ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ സോളിനെയും കൂടി നറീഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കോൺട്രിബ്യൂട്ടിങ് ടു ദ വെൽബീയിങ് ഓഫ് അതേഴ്സ്. നമ്മളുടെ സന്തോഷം, നമ്മളിലെ പോസിറ്റീവ് എനർജി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പലതും നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സോളാണ് അവിടെ നറീഷ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഹാപ്പി ആയി ഇരിക്കാനായിട്ട് സാധിക്കുന്നത്? പലതരത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ നമ്മളുടെ നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ അൺഹാപ്പി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ നമ്മളുടെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി മുൻധാരണകൾ നമ്മൾക്കുണ്ടായിരിക്കണം. അതിന്റെ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് ശരിയാവില്ല, അത് പോസിറ്റീവായിട്ട് ഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാശത്തിലെ കലാശിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു ഗിവിംഗ് മേക്കേഴ്സ് ഹാപ്പി, എങ്ങനെ നമുക്ക് ഒരാളെ ഹാപ്പി ആയി, എങ്ങനെ നമുക്ക് ഹാപ്പി ആക്കാം, നമ്മളെ തന്നെ ഹാപ്പി ആക്കാം എന്നുള്ളതിന്റെ ആദ്യത്തെ കാര്യമാണ് ബൂസ്റ്റ് സെൽഫ് എക്സ്റ്റീം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അത് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മളിൽ നിന്ന് തന്നെ തോന്നണം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളിലേ താന്നു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എപ്പോഴും നമുക്കത് കിട്ടിയില്ല, നമുക്കതില്ല, എന്തുകൊണ്ട് എനിക്കത് തന്നില്ല എന്നുള്ള ചിന്തകൾ മാത്രം നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരാതെ നമ്മളുടെ താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ സെൽഫ് എസ്റ്റീം അവിടെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻസ് ഓഫ് പർപ്പസ് ഗിവിംഗ് കണക്ട്സ് us a cause greater than ourselves, grounding us in purpose. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും, എന്ത് കാര്യങ്ങളിൽ നമ്മൾ ചെയ്താലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും ഡൗൺവേർഡിൽ തന്നെ, എർത്തിൽ തന്നെ നിൽക്കുക. നമുക്കൊരു ചെറിയ കാര്യങ്ങൾ ഉണ്ടായാലും അതില് അമിതമായി സന്തോഷിക്കാതെ സെൻസ് ഓഫ് പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നിൽക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റ്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. വളരെ നമ്മള് ബ്രിങ്സ് ഡീപ്പ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, വിത്ത് ടേസ്റ്റിംഗ് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ, മറ്റുള്ളവർക്ക് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മളുടെ താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും, നമ്മുടെ മേളിൽ തട്ടി കിടക്കുന്ന പല ആളുകൾക്ക് കിട്ടാത്ത പല ഭാഗ്യങ്ങളും ചിലപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഇമോഷണലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇമോഷണലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും.
ഇനി പല കാര്യങ്ങളുണ്ട് ദ വേ ഓഫ് ഗീവിങ്. ആ ഹാപ്പിനെസ്, ഗീവിങ്ങിന്റെ ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്ന കുറച്ച് സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, മെന്റൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്. ദയുള്ളവരായി തീരുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ സ്ട്രെസ് ലെവല്, നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ എന്താണ് എപ്പോഴും ദയുള്ളവരായിരിക്കുക. മെന്റൽ വെൽബീയിങ് വരണമെങ്കിൽ തന്നെ എന്ത് വേണം? ഇമോഷണലി, സ്പിരിച്വലി, അതുപോലെ തന്നെ ഫിസിക്കലി എല്ലാം നമ്മൾ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഇമോഷണലി മെന്റലി നമ്മൾ വെൽബീയിങ് ആയി മാറത്തുള്ളൂ. എപ്പോഴും നമുക്കൊരു എന്താണ്, നമ്മുടെ സ്ട്രെസ് ലെവല്, നമ്മളെപ്പോഴും ആക്ട് ഓഫ് കൈൻഡ്നസ്, ആ ഒരു ദയ ഉള്ളവരായി മാറുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സിന്റെ ലെവല് വളരെയധികം കുറയുകയും അതുപോലെ നമ്മുടെ ആൻസിറ്റി എന്ന് പറയുന്നത് വളരെയധികം റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോ ഹെൽപ്പേഴ്സ്, ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒന്നും തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുപോലെ മാ ഫലേഷു കർമ്മണ എന്നാ പറയുന്നത്. ഒരു കാര്യവും ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒന്നും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ ലോ ഒരു കാര്യവും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. നമ്മൾ കൈൻഡ്നസ് ആകേണ്ടടുത്ത് കൈൻഡ്നസ് ആകുക, ഹെൽപ്പ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുക, ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യേണ്ടടുത്ത് നമ്മളത് ചെയ്യുക. അല്ല അവരിൽ നിന്നും എനിക്ക് ഇത് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നോക്കൂ, ഇമോഷണൽ റെസിലിയൻസ്. ഇമോഷണൽ റെസിലിയൻസ് എപ്പോഴും നമ്മുടെ ലൈഫ് ചലഞ്ചസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇമോഷണൽ റെസിലിയൻസ് വഴി നമുക്ക് കിട്ടും. പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ എൻകറേജ് ചെയ്യാനായിട്ട്, എപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുക, ഹോപ്പ്ഫുൾ ആയിരിക്കുക. എപ്പോഴും നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് പ്രതീക്ഷ കൈവിടാതെ എപ്പോഴും നമ്മുടെ ലൈഫിൽ നിന്നും നമുക്കത് കിട്ടും എന്നുള്ള രീതിയിൽ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ഇരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇംപ്രൂവിങ് ഓവറോൾ മൂഡ് ആൻഡ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. നമ്മളുടെ പറയേണ്ടത് എപ്പോഴും മൂഡ് ഓഫ് ആയി പോകാതെ നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ മുന്നോട്ട് ചിന്തിച്ച് നമ്മളുടെ ലൈഫിൽ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതെല്ലാം നമുക്ക് ചെയ്യാം. നമ്മുടെ ലൈഫിനെ നോക്കി കാണാനായിട്ട് ശ്രമിക്കാം. എല്ലാ പോസിറ്റീവ് വൈബോട് കൂടിയും നമ്മുടെ ലൈഫിനെ നോക്കി കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് വേറൊരു സൈക്കോളജിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെ നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോഴും നമ്മളുടെ ഹോപ്പിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് വെക്കുക. ഇമോഷണലി നമ്മൾ വെൽബീയിങ് ആവുക. ഇമോഷണലി വെൽബീയിങ് ആകണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് വൈബായിരിക്കണം. മൈൻഡ് സെറ്റ് പോസിറ്റീവ് വൈബ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇമോഷണലി വെൽബീയിങ് ആയി മാറത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മളെ ഹോപ്പ് റീസ്റ്റോർ ചെയ്യുക, എപ്പോഴും നമ്മൾ വെൽബീയിങ് ആയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പല ചേഞ്ചസും നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഈ സൊസൈറ്റിയിൽ. ഇപ്പൊ ക്രിയേറ്റീവായിട്ട് മാസീവായി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരിക. ഇതൊക്കെ നമ്മളെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ നന്നായാൽ മാത്രമേ നമ്മളുടെ വീട് നന്നാവത്തുള്ളൂ. നമ്മളുടെ വീട് നന്നായാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റി നന്നാവത്തുള്ളൂ. കമ്മ്യൂണിറ്റി നന്നായാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി മാറത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യത്തിൽ നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു എസെൻഷ്യൽ ട്രസ്റ്റ് കൂട്ടരോട് നമ്മൾ സംസാരിക്കുന്ന ആളുകളോട് ഒരു എസെൻഷ്യൽ ട്രസ്റ്റ് നമ്മളുടെ നെയ്ബേഴ്സിനോടും അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനോടും ഒക്കെ ആയാലും ഒരു എസെൻഷ്യൽ ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതൊരു ബെറ്റർ സൊസൈറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരാൾക്ക് മാത്രമല്ല,
ഇപ്പൊ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവരിൽ നിന്നും അത് കിട്ടിയില്ല എന്നോർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നത് വേറൊരാളിൽ നിന്നുമായിരിക്കും. അപ്പോൾ ഗീവിങ് എന്ന് പറയുന്നത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരാൾ നന്നായാൽ ഒരു കുടുംബം നന്നാകും, ഒരു കുടുംബം നന്നായാൽ ഒരു കമ്മ്യൂണിറ്റി നന്നാകും, ഒരു കമ്മ്യൂണിറ്റി നന്നായാൽ മാത്രമേ നല്ലൊരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സ്ട്രെങ്തനിങ്, നമ്മളുടെ കമ്മ്യൂണിറ്റീസിനെ ബിൽഡ് ചെയ്യണം. ഗീവിങ്ങിന്റെ മോറൽ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇൻക്രീസസ് കോർപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട്. നമ്മളുടെ വീട്ടിലുള്ളവരുമായിട്ടാണെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും മുതിർന്നവരുമായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ട് ഒരു നല്ല കോർപ്പറേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു മ്യൂച്വൽ സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബെറ്റർ സൊസൈറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെങ്തൻസ് ആൻഡ് ഡീപ്പൻസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആദ്യം തന്നെ നമ്മളുടെ വീടുകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമ്മളുടെ കുട്ടികളെ നമുക്ക് ഷെയറിങ് നമ്മളുടെ വീടുകളിൽ നിന്ന് നമുക്ക് പഠിപ്പിക്കാം. നമ്മളെ ചെറിയ അതുകൊണ്ടാണ് പഴയ കാലത്ത് ഭക്ഷണമൊക്കെ കുട്ടികൾ സ്കൂളുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും അത്ര കാണുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ അത്ര ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു കുട്ടികളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഷെയറിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്നും നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ പോയി, നമ്മുടെ രണ്ടാമത്തെ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളാണ്, നമ്മുടെ കുട്ടികളുടെ സ്കൂളുകളാണ്. അപ്പൊ രണ്ടാമത്തെ വീട്ടിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന പല കാര്യങ്ങളുമാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഷെയറിങ്സ് മുതലായവ. അത് നമ്മളുടെ കുട്ടികളെ ഇനി വരുന്ന തലമുറകളെയും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു കടമയാണ്. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ ഷെയറിങ്ങിന്റെയും ഗീവിങ്ങിന്റെയും ഒക്കെ മോറൽ വാല്യൂസ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്കൊരു നല്ലൊരു തലമുറയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കേ, സ്ട്രെങ്തൻസ് ആൻഡ് ഡീപ്പൻസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് എ കമ്പാഷനേറ്റ് ആൻഡ് ഇന്റർ കണക്റ്റഡ് സൊസൈറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം എപ്പോഴും. നമ്മൾ നല്ലൊരു സൊസൈറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു സൊസൈറ്റിയെ നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മുടെ സൊസൈറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗീവിംഗ് ഉണ്ട്. പല തരത്തിൽ നമുക്ക് ഗീവ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ സമയം നമുക്ക് കൊടുക്കാം മറ്റുള്ളവർക്ക്, അല്ലേ? നമ്മളുടെ സമയം നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാർക്കോ നമ്മളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു നല്ല ഷെൽട്ടറായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. നല്ല രീതിയിൽ അവരെ നമുക്ക് കേൾക്കാം, നല്ലൊരു ശ്രോതാവായി മാറുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ടൈം നമ്മൾ അവർക്ക് സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കുട്ടികളും അല്ലെങ്കിൽ പല ആളുകളും പല റിലേഷൻഷിപ്പിലും ആകുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്ന സമയങ്ങളിൽ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് അവരുടെ ടൈമാണ്. അതുപോലെ തന്നെ അമ്മയും അച്ഛനും, വീട്ടിലെ ഉള്ള ഒരു അമ്മയും അച്ഛനും അവരുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത് അവരുടെ നല്ല സമയങ്ങളാണ്. അവരുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങളാണ് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ വോളണ്ടിയറിങ് അറ്റ് ഷെൽട്ടേഴ്സ്, ഈ ടൈം എന്ന് പറയുന്നത് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ചട്ടക്കൂടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കൊടുക്കുന്ന സമയം, നമ്മൾ അവർക്ക് കേൾക്കാൻ, അവരെ കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പല പ്രശ്നങ്ങൾ കാണും. നമ്മുടെ സമയം നമ്മൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതും ഒരു ഗീവിങ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ടൈം നമ്മൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സമയവും നമ്മളുടെ ആരോഗ്യം എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഒരു സമയത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗീവിങ്ങിന്റെ രണ്ടാമത്തെ ഒരു ഫോമാണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പ്രായമായ ആളാവട്ടെ, അപ്പുറത്തിരിക്കുന്ന ഒരാളാവട്ടെ, അവര് നമ്മളെ നോക്കി ചിരിച്ചാൽ ഉറപ്പായിട്ട് നമുക്കൊന്ന് ചിരിച്ചു കാണിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
നമ്മൾ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും ഒന്നും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു സ്മൈല് ചിലപ്പോൾ ആ ആ ആള് വളരെ സ്ട്രെസ്സിലിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ചെറിയൊരു ചിരി ചിലപ്പോൾ പലതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ്ലി നമ്മൾ ലിസൺ ചെയ്യുക, നമ്മൾ നല്ലൊരു ശ്രോതാവായി മാറുക. നമ്മളുടെ മുമ്പിൽ കരഞ്ഞു വരുന്ന, നമ്മളുടെ മുമ്പിൽ പ്രോബ്ലംസുമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ചെറിയ ചെറിയ ചിണുങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനെ, നമ്മളുടെ റിലേറ്റീവ്സിനെ, നമ്മളുടെ പേരൻസിനെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു ദയ നമ്മൾ അവരോട് കാണിച്ചാൽ പല ഇമോഷണൽ ട്രാജഡിയിൽ നിന്നും നമുക്ക് അവരെ ഒരു പക്ഷേ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതൊരു നല്ല, അല്ലാതെ എനിക്ക് അവരെ കേൾക്കാൻ സമയമില്ല, അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ നേരമില്ല, നമ്മളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കേൾക്കാനായിട്ട് നേരമില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ പല ട്രാജഡികളിലേക്കും അവര് പോകാം എന്ന് വേണം നമുക്ക് പറയാൻ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പല കുട്ടികളും പല സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സ്കൂളിൽ ഞാൻ +1 +2 ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്. കുറെ നാളുകളായിട്ട് നമ്മൾ ചെന്ന സമയം തൊട്ട് ജൂൺ മാസം മുതൽ ആ കുട്ടി നോർമലാണ്. ആ കുട്ടി വളരെ ഹാപ്പിയായി ക്ലാസ്സിൽ വരികയും പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കുറെ നാളുകൾക്ക് കുറച്ച് നാളുകളായി, 2-3 മാസങ്ങളായി നമ്മുടെ കുട്ടി വളരെ അവൻ വളരെ വളരെ മൂഡ് ഓഫ് ആണ് ആള്. പഠിക്കുന്ന കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല, പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, റെക്കോർഡ്സ് ഒക്കെ ഉള്ള അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ റീസൺ ഞാൻ പല തലങ്ങളിൽ അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല, എന്താണ് കാര്യം എന്നൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? നീ 2-3 മാസം വരെ വളരെ ഹാപ്പി ആയിരുന്നു, സ്കൂൾ ലീഡേഴ്സ് സ്ഥാനത്തിലേക്ക് മത്സരിച്ചു, വളരെ ഹാപ്പി ആയി നടന്നിരുന്ന ഒരു കുട്ടിയാ. അപ്പൊ അവൻ പറഞ്ഞു വന്നപ്പോഴാണ് പതിയെ അവനവന്റെ കഥകളൊക്കെ പറയുന്നത്. അവന്റെ പേരൻസ് ബ്രേക്കപ്പ് ആണ്. പേരൻസ് രണ്ടുപേരും, അച്ഛൻ ഇട്ടേച്ച് പോയി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ചേട്ടൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിയാണ്. അവന്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചു പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് അമ്മ വേറൊരാളുടെ കൂടെ താമസം തുടങ്ങി. ആ കുട്ടിക്ക് അത് അവൻ +2 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അത് ഭയങ്കര ഇമോഷണലി അവനെ ഭയങ്കര ഡൗൺ ആക്കി മാറ്റി. അപ്പൊ അവൻ പഠിക്കുന്ന കാര്യങ്ങളിലും അവൻ പുറകോട്ട് പോയി. അവൻ ചെയ്യേണ്ട അവന്റെ ഡെയിലി റൂട്ടീൻസ് പോലും വളരെ താളം തെറ്റി എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് പറഞ്ഞത്, അവന് പൈസ കൊടുക്കുന്നുണ്ട്. പൈസ അവന്റെ അമ്മ അവന് കൊടുക്കുന്നുണ്ട്, അവന് ആവശ്യമുള്ള പൈസയും. അമ്മ വേറൊരാളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലും അവന് വേണ്ട കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ അവിടെയും ഹാപ്പി അല്ല. എന്തുകൊണ്ടാണ്? പൈസ എന്ന് പറയുന്ന സാധനം എക്കണോമിക്കലി, അതായത് മണി എന്ന് പറയുന്നത് നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ പോലെ നമ്മളത് ലീവിങ് ചെയ്യാനായിട്ട്, നമ്മുടെ ജീവിതത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പക്ഷെ പൈസ സഹായിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. അത് ആ കുട്ടിക്ക് അവിടെ ലഭിക്കുന്നില്ല. അവന്റെ അമ്മയുടെ സ്നേഹം, അവന്റെ അച്ഛന്റെ സ്നേഹം അവന് ചെറുപ്പത്തിലേ പോയി. പിന്നെ ഉണ്ടായിരുന്ന അവന്റെ അമ്മയുടെ സ്നേഹമാണ്. അവന്റെ അമ്മയിൽ നിന്നുമുള്ള ആ ഒരു അമ്മ അവനെ കേൾക്കാനോ, അല്ലെ അമ്മ അവനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാനോ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനോ ഒന്നും എടുക്കാതെ ഒരു മാസത്തോളമായി അല്ലെ അമ്മ വേറൊരാളുടെ കൂടെയാണ് താമസിക്കുന്നത്. അത് ആ കുട്ടീനെ അവന്റെ പഠന രീതിയെയും അവന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും, അതുപോലെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത കാര്യങ്ങളിലും എല്ലാം ആ കുട്ടിയെ വളരെയധികം ബാധിക്കുകയും എനിക്ക് ഒരുപാട് വിഷമം തോന്നി അവന്റെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥ കണ്ടപ്പോഴത്തേക്കും. കാരണം നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ടൈം എടുത്ത് തന്നെ കൊടുത്താൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ആക്റ്റീവ്ലി ലിസണിങ് എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരെയും ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ
പല ഇമോഷൻസിൽ നിന്നും നമുക്ക് അവരെ, പല ട്രാജഡീസിൽ നിന്നും നമുക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അതാണ് ഓഫറിങ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ സ്കിൽസ് നോളേജ്, ഒരു എന്താണ് പറയേണ്ടത്, സ്കിൽസ് നോളേജ്, ടീച്ചിങ് എ ക്ലാസ്, ഒരു നല്ലൊരു ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. പിന്നെ നല്ലൊരു ബിഗിനർ ആകുമ്പോൾ അതിനെ നമ്മൾ ഗൈഡ് ചെയ്യാം. പ്രൊഫഷണൽ എക്സ്പേർട്ടുകളായിട്ട് നമ്മൾ ഒന്നും രണ്ടും ക്ലാസ്സുകൾ നമ്മൾ അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പേർട്ട് ആവണമെന്നില്ല. പല പല സ്കില്ലുകളുണ്ട് നമുക്ക്, നല്ല നോളേജുകളുണ്ട് നമുക്ക്. അറിവുകളെ വീണ്ടും വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കില്ലുകളെ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണോ ആ ആപ്റ്റിറ്റ്യൂഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എങ്കിലൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിസോഴ്സസ്, എസെൻഷ്യൽ ഐറ്റംസ്, ഫണ്ട്സ്, ഫുഡ്, സപ്ലൈസ്, ഇതെല്ലാം റിസോഴ്സസുകളായിട്ട് നമുക്ക് പറയാം. പിന്നെ സിമ്പിൾ വേസ് ടു ഗീവ് ടുഡേ, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ഹെൽപ്പ് സമ്മൺ ഇൻ നീഡ്, ആവശ്യക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും. ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് നമ്മൾ നല്ല ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നാണ് പറയുന്നത്. അൺയൂസ്ഡ് ഐറ്റംസ്, അതായത് നമ്മളിലും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാർക്ക്, നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ, നമ്മൾ ഉപയോഗിക്കാത്ത ബുക്കുകൾ ഒക്കെ ഷെയർ ചെയ്യാം. അത് പുത്തൻ പോലെ അവർ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓഫർ ഇമോഷണൽ സപ്പോർട്ട്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അവരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് എന്നുള്ള നിലയിൽ, നല്ലൊരു പേരന്റ് എന്നുള്ള നിലയിൽ നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ സ്പെൻഡ് ടൈം വിത്ത് സമ്മൺ ഹൂ ഈസ് ലോൺലി ഓർ ഐസൊലേറ്റ്. ആരെയും ഒറ്റയ്ക്കാകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ, ഐസൊലേറ്റഡ് ആകുന്ന അവസ്ഥയിൽ നമ്മൾ അവർക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക, അവരെ കേൾക്കുക, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. അതൊക്കെയാണ് ഗീവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ജോലിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് തന്നെ നടത്താം. ഒരു സർവീസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപീകരിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ഒരു സോഷ്യൽ ഇമ്പാക്ട്, ഒരു പോസിറ്റീവ് സോഷ്യൽ ഇമ്പാക്ട് ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും എന്താണ് പറയുന്നത്, മനസ്സറിഞ്ഞ് നമ്മൾ ഒരാൾക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവർ സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പൈസ കൊടുത്തുള്ള സഹായങ്ങളല്ല. ഈ പറഞ്ഞ രീതികളിലെല്ലാം നമുക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു സൈക്കിളാണ്, ഇതൊരു ട്രാൻസാക്ഷനാണ്. ഒരു ലീനിയർ ട്രാൻസാക്ഷൻ അല്ല ഗീവിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സൈക്കിളാണ്. നമ്മൾ കൊടുക്കും തോറും ഏറിടും എന്നാ പറയുന്നത്. അപ്പൊ ക്രിയേറ്റിംഗ്, നമ്മളൊരു സോഷ്യൽ ഇമ്പാക്ട്, ഒരു പേഴ്സണൽ സോഷ്യൽ ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിൽ നിന്ന് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് കിട്ടുമെന്നാ പറയുന്നത്. ആ പേഴ്സണൽ ഗ്രോത്തിനെ നമ്മൾ ബിൽഡ് ചെയ്യുക. ദ മോർ യു ഗീവ്, ദ മോർ യു ഗ്രോ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നമ്മൾ ഉയരത്തേയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യുക. നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വളരെ സന്തോഷത്തോടു കൂടി, വളരെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവ് ആക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം കാണും അത് നമ്മളെ ഉയർത്തത്തേ ഉള്ളൂ. ഷെയറിങ് ഇല്ലാത്ത ആളുകൾക്ക് ആരെയും ഒന്നും ഉയർത്താൻ പോകുന്നില്ല, അവർ താഴത്തേ ഉള്ളൂ. നമ്മള് ഒരു സ്വാർത്ഥത വെടിഞ്ഞ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയം കാണും എന്നാണ് പറയുന്നത്. കമ്മിറ്റ് ടു, അതുപോലെ തന്നെ എക്സ്പീരിയൻസിങ് ദ ട്രൂ ജോയ് ഓഫ് ഗിവിങ്. നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം, നമ്മളുടെ മനസ്സിൽ വരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ ശരീരത്തിനെ മാത്രമല്ല, മനസ്സിനെ മാത്രമല്ല, നമ്മളുടെ ശരീരത്തിന്റെ അകത്തുള്ള പല ഹോർമോൺസുകളും
പല പോസിറ്റീവ് ഹോർമോൺസുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് പ്ലഷറബിൾ ഹോർമോൺസ് എന്ന് പറയും. ഇപ്പൊ ഡോപ്പാമിൻ പോലെയുള്ള നല്ല നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കും നമ്മുടെ ശരീരത്തിൽ. അത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് റിലീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ല കാര്യങ്ങൾ നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ പരിസരങ്ങളിലും നമ്മളുടെ ചുറ്റുപാടുകളിലുമുള്ള നമ്മളിൽ നിന്നും താഴെത്തട്ടിൽ നിൽക്കുന്ന പല ആളുകളെയും കണ്ടെത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ നിന്നും കിട്ടുന്ന മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പൊ ഞാനൊരു ഒരു കഥ പറയാം. കഥയെന്ന് പറയാനായിട്ട് സാധിക്കില്ല, ഒരു നടന്ന സംഭവമാണ്. നമ്മളുടെ ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, വൈക്കത്ത്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മൾ അവളെ ഫസ്റ്റ് ഇയർ TTC പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ സമയത്ത് കല്യാണത്തിന്റെ സമയമായി. അപ്പോ കല്യാണത്തിന്റെ സമയമായി കഴിഞ്ഞു. കല്യാണ നിശ്ചയത്തിന്റെ തലേദിവസം ആ കുട്ടിയുടെ വീട് അഗ്നിബാധയുണ്ടായി. അപ്പൊ അവര് താമസിച്ചിരുന്നത് ഒരു ചെറിയ ഒരു ഈ ടാർപോളയൊക്കെ കെട്ടിയ ചെറിയൊരു ഷെഡ് പോലെയുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പൊ അവര് വീട്ടിലെ പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ നിലത്താണ് അടുപ്പുണ്ടാക്കിയിരുന്നത്. അപ്പൊ അവിടാണ് ഇവര് പാചകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം വെച്ചിരുന്നത് പേപ്പർ കെട്ടുകൾ കൊണ്ട് മേളിലോട്ട് അടുക്കി വെച്ചിട്ട് അതിന്റെ മേളിലാണ് പുള്ളിക്കാരി സ്റ്റഡി ടേബിൾ വെച്ചിരുന്നത്. അപ്പൊ അത്രയും അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. കല്യാണം ഉറപ്പിച്ചു. നാളെ കല്യാണ നിശ്ചയമാണ്. ഇന്ന് ആ വീടിന് തീ പിടിച്ചു. തീ പിടിച്ച സമയത്ത് ആ കുട്ടിയുടെ കയ്യിലുള്ള പല സാധനങ്ങളും കുട്ടിക്ക് അത് കത്തി നശിച്ചു പോയി. പിന്നെ കല്യാണത്തിന്റെ വേറൊരു വീട് അവർ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, ലൈഫിൽ നിന്നും എടുത്ത്. അപ്പൊ അതിന്റെ പണി പകുതിയാക്കി വെച്ചു. വീടിങ്ങനെ പകുതി മുക്കാലും കത്തി നശിച്ചു പോയി. നമ്മൾ കോളേജിൽ നിന്ന് ആളുകളെല്ലാം പോയി ഒന്ന് വീക്ഷിക്കാനും ഒക്കെ ആയിട്ട് അവിടം വരെ പോയ സമയത്ത് വളരെ ഒരു നമ്മളൊരു തൊഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുകളാണ് അവർ. അപ്പോ നമുക്ക് തോന്നി, നമ്മൾ ചെയ്തിട്ട് പറയുന്നതല്ല, നമുക്ക് തോന്നി നമ്മള് അവിടുത്തെ MD ഒക്കെ കണ്ട് കോളേജിലെ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പൊ ഞാൻ അപ്പൊ ക്ലാസ്സിൽ ചെന്ന് പിറ്റേ ദിവസം എന്റെ കുട്ടികളോട് പറഞ്ഞു, നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് നമ്മളുടെ സഹോദരിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന മനസ്സോടുകൂടി നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഒരു കുട്ടിയെ നമ്മളുടെ സഹോദരിയായി കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം എന്ന് കുട്ടികളോട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവരെ എങ്ങനെ അംഗീകരിക്കും എന്നുള്ളത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെല്ലാവരും തന്നെ നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തു. വളരെ ആക്റ്റീവായിട്ട് എല്ലാ കുട്ടികളും, ടീച്ചേഴ്സ് എന്ന് പറയുമ്പം ടീച്ചേഴ്സ് ആകാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുമല്ലോ, ഒരുപാട് മോറൽ ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷെ ഇത് അതിൽ പെട്ട ഒരു കാര്യം, അവരുടെ കൂട്ടത്തിലുള്ള ആ കുട്ടിയെ അവരവരുടെ സഹോദരിയായിട്ട് കണ്ട് അതിനെന്താ ടീച്ചറെ നമുക്ക് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനുവേണ്ടി ഞങ്ങൾ അവരുടെ അമ്മയോടും കുട്ടിയോടും ഒക്കെ ചോദിച്ചു. അവരുടെ സമ്മതം വാങ്ങിയിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് സമ്മതമാണ് നമ്മളിങ്ങനെ ഒരു സഹായം കൊടുക്കുന്നതിൽ അവർക്ക് കുഴപ്പമില്ല. എന്നാൽ അവരുടെ സമ്മതവും വാങ്ങിയ ശേഷം നമ്മൾ കോളേജിൽ ഒരു ബിരിയാണി ചലഞ്ച് നടത്തി. ബിരിയാണി ചലഞ്ചിൽ നമ്മൾ വൈക്കം ലൊക്കാലിറ്റിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്ത് 1,60,000 രൂപ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശേഖരിച്ചു. നമ്മുടെ ചെലവ് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു 1,00,000 രൂപയ്ക്ക് താഴെ നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടി. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള പല കുട്ടികളും, മാരീഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഈ കുട്ടിയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. മാരീഡ് ആയിട്ടുള്ള ആളുകൾ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ടും കുട്ടിക്ക് കല്യാണത്തിന്റെ തലേദിവസം ഇടാനുള്ള ഡ്രസ്സുകളായിട്ടും ഒക്കെ നമ്മൾ വാങ്ങി ഒരു 5 പവനോളം നമ്മളുടെ ആ ബാച്ച് കൊടുക്കുകയുണ്ടായി. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം കണ്ണൂര്, കാസർഗോഡ് ഭാഗത്തു നിന്ന് വന്ന് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. വളരെ നല്ല കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ
കാണുന്ന പോലെ, അവരുടെ ഒരു സഹോദരിയെ കാണുന്ന പോലെയാണ് അവർ ചെയ്തത്. അത് ഇന്നും എന്നും എന്റെ ഫസ്റ്റ് ബാച്ചാണ് അവര്. അപ്പൊ ഞാനൊരു കാര്യം അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ അവരുടെ സ്വന്തം വീട്ടിലെ കാര്യം പോലെ എടുത്ത് അവരെ കൊണ്ടാകുന്ന രീതിയിൽ അവർക്ക് അന്ന് സ്വർണത്തിന് 30,000 രൂപ ആ ഒരു റേഞ്ചിൽ ഇരിക്കുന്ന ടൈമാ. കുട്ടികൾ എല്ലാവരും കൂടി ഒരു 5 പവനോളം സമ്പാദിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തികൾ നമ്മുടെ ഇന്നത്തെ തലമുറകളെ നമുക്ക് ചെയ്യാനായിട്ടും പ്രേരിപ്പിക്കാനുമായിട്ടൊക്കെ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുവാണ്. അപ്പൊ ആ ഒരു ബാച്ചിനെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു ബാച്ചാ. കാരണം വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത നല്ല കുട്ടികളായിട്ടുള്ള ഒരു ബാച്ച്. അപ്പൊ അതേപോലെയുള്ള തലമുറകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ, ഇനിയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഗീവിങ്, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മുതിർന്നവര് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഇനി വരുന്ന ജൂനിയേഴ്സിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്യാമല്ലോ. അതൊരു നല്ല ഒരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു വലിയ നല്ല കാര്യമായിട്ട് ഞാൻ ഈ കുട്ടിയുടെ അന്ന് 7 പവൻ ആ കുട്ടി, തീരെ സാമ്പത്തികം പുറകോട്ട് നിന്ന കുട്ടി, 7 പവനാണ് ആ കുട്ടിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. 5 പവനോളം നമ്മൾ കോളേജിൽ നമ്മുടെ ഈ ബാച്ച് അവർ റെഡിയാക്കി കൊടുത്തു. അതിൽ വലിയ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു ആ കുട്ടിയുടെ കല്യാണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വീട് വെച്ച് തരണോ, കല്യാണത്തിനുള്ള പൈസ വേണോ എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞത്, വീട് വെച്ചെന്ന് അമ്മ പറഞ്ഞത്, വീട് വെക്കുന്നത് നമ്മൾ ലൈഫിൽ നിന്ന്, അപ്പൊ അതിൽ നിന്നും വേറൊരു പൈസ പുറത്തുനിന്നും നമുക്ക് വാങ്ങിയ പിന്നെ ലൈഫിൽ നിന്നുള്ള പൈസ കിട്ടൂല. അപ്പൊ കല്യാണത്തിനുള്ള പൈസ തന്നാ മതി എന്നവര് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തത്. ഒരു വളരെ നല്ലൊരു കാര്യമായിട്ട്, നല്ലൊരു ഇതായിട്ട് എനിക്കത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സ്റ്റോപ്പ് ചെയ്തോട്ടെ. ഹലോ അർച്ചന. ഹലോ. ക്ലോസ് ചെയ്യാം. ആരാണ്? ഹലോ, ക്ലാസ്സിനെ ബേസ് ചെയ്ത് ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ആരുമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ജോയ് ഓഫ് ഗീവിങ്, എങ്ങനെയാണ് ജോയ് ഇതിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നു. അപ്പോ സൗമ്യമാം വളരെ മനോഹരമായി തന്നെ, ഒരു പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എന്താ പറയുക, നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. പക്ഷെ എന്നാൽ പോലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ വായിൽ നിന്ന് നമ്മൾ വീണ്ടും അത് കേൾക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ശരിയാണ്, നമ്മൾ അത് ചെയ്യണം. ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ച് അല്ലെ, കുറച്ച് കഴിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് റിട്ടേൺസ് ഇല്ലെന്നോ അല്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ലാന്നൊക്കെ തോന്നിയിട്ടൊക്കെ നമ്മൾ ചിലപ്പം അത് നിർത്താറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യണം, അതിനെ പ്രേരിപ്പിക്കാൻ ചിലരുടെ വാക്കുകളായിരിക്കും പ്രചോദനമാവുക. അപ്പൊ അത്തരത്തിൽ ഇന്നത്തെ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ. ആക്ച്വൽ ഹാപ്പിനെസ് എന്താണ്, നമ്മുടെ ഹാപ്പിനെസ് എന്താണ്, നമ്മുടെ ആർ യു അറ്റ് പീസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇന്നർ പീസ് എന്ന് പറയുന്ന സാധനം വരണമെങ്കിൽ സൗമ്യ മാം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് എ ജോയ് ഓഫ് ഗിവിങ്. നമ്മൾ മറ്റുള്ളവർക്ക് അവർക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ ചെറുതായിക്കോട്ടെ അത് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ചിരി നമുക്ക് കൊണ്ടുവരുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്ന് അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു പ്രേരണ ഉണ്ടാവാത്തത്. ചെയ്തു തുടങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്താണ്, അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പൊ വളരെ മനോഹരമായൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രോ പറഞ്ഞ സിദ്ദിഖ് സാറിനും ഒരുപാട് നന്ദി. അതുപോലെ ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഇപ്പോൾ ഉള്ളത് ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനിലായിരുന്നു. ഇനി ശനിയാഴ്ച മറ്റൊരു ട്രെയിനറുമായി നമ്മൾ ഇനിയൊരു സെഷനിൽ വീണ്ടും ഒത്തുചേരാം. അപ്പോഴും ഇതുപോലെ വന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സൗമ്യ മാം. താങ്ക് യു.
താങ്ക് യു താങ്ക് അച്ഛനും. യു ഓൾ. ഗുഡ് നൈറ്റ്. Good night. Thank you.